സേതു എന്റെ മോൻ. അമ്മേ പതുക്കെ. എന്റെ മോനെ ഞാനൊന്ന് കാണട്ടെ. വേണ്ട, ഇവിടെ വന്നാ മതി. എന്റെ മോനെ സേതു. അകത്തേക്കിരിക്കാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്. അച്ഛനെന്തേ അമ്മേ? ഇനി നെഞ്ചുവേദന വരുത്തും. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? കിടന്നു. ലത എന്ത് ഏട്ടത്തി? ലതയ്ക്കുന്ന റിഹേഴ്സലുണ്ട്. അച്ഛനും അവളും പോയിരിക്കുക. ഇന്ന് വരില്ലേ? നാടകം രാമപുരത്ത് തന്നെയാ, വായനശാലക്കാരുടെ. അതുകൊണ്ട് രാത്രി റിഹേഴ്സൽ കഴിയുമ്പോ വരും. ജീവിതത്തിൽ എന്തെല്ലാം മോഹിച്ചവളാണ് ഞാൻ. എല്ലാം തകർത്തെറിഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്റെ ശരീരത്തിൽ തൊടാൻ പോലും അവകാശമില്ല. എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊല്ലും തന്നെ. അയ്യോ അങ്ങനെയല്ല രവി. ഒരു പെണ്ണിനെ ഇങ്ങനെയാണോ? പിടിച്ചൊതുക്കണം. എന്തിനാ നാണിക്കുന്നേ? കറ പിടിക്കണോ? ലത ശരിക്കും കുതറണം. പിടിച്ചൊതുക്കി സാരി വലിച്ചു മാറണം. അത് സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛന്റെ തെമ്മാടി. ഞാൻ ഉച്ചയ്ക്കെത്തി. ഇന്നലെ ആയിരുന്നു വിട്ടത്. ഹമീദ് പറഞ്ഞിരുന്നു ചിലപ്പോൾ റിലീസിംഗ് ഉണ്ടാവുന്നു. വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? അച്ഛനെ കാണാൻ മനസ്സ് കൊതിക്കായിരുന്നു. കണ്ടില്ലേ? കണ്ടു കൊതി തീർക്ക്. അകത്തേക്ക് നല്ലതേ ഉണ്ടാവും. അതും കാണേണ്ട കാഴ്ച തന്നെയാ. ലത, എന്താ മോളെ ഇത്? കരയല്ലേ? അച്ഛനെ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാണ്ട് ഒരെണ്ണം അകത്ത് ഇറക്കണുണ്ട്. കെട്ടിയവൻ ഉപേക്ഷിച്ച് വേറൊരെണ്ണം. ദേ 3-4 വയറ് കഴിയണം, ചികിത്സ, രമേശന്റെ പഠിപ്പ്. കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത്? എന്റെ പെൻഷൻ കൊണ്ട് എന്താവാനാ? അവളെ കൊണ്ടാവുന്ന അവള് ചെയ്യുന്നു. മാനാഭിമാനം നോക്കി അവിടെ ഇരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല. മതി പറഞ്ഞത്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? 2 അടി നടന്നു വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ മോന്റെ അടുത്തൊന്ന് നിക്കട്ടെ. അമ്മ കിടക്ക, ഞാൻ അമ്മയുടെ മുറി വന്നിരിക്കാം. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത്തിരി കാറ്റും വെളിച്ചം കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ ആകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവിടെ കൊണ്ടെത്തിച്ച അവനോൻ തന്നെയാ. എന്നിട്ടിപ്പൊ മാനക്കേട്. നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ല ഒന്നും. അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കണക്കിന് ഈ കുടുംബം നീങ്ങുന്നുണ്ട്. ഇനി രമേശനാണ് ഒരാശ.
അവനെ എങ്ങനെയെങ്കിലും ഒരു കരകയറ്റി എടുക്കണം. അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക. അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛാ. ആവരുത് എന്നാ പറയണത്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായതാ. അവിടുന്ന് വാരിക്കൊട്ടി കൊണ്ടുവരാ ഞാൻ. നീ ഇതും കൂടി തകർത്താ എല്ലാത്തിനും വല്ല വിഷവുമായി കൊടുത്താൽ മതി. അച്ഛന്റെ അപേക്ഷ ആ ഗതി വരുത്തരുത്. മോനെ, അച്ഛനുള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ. നീ അത് കാര്യാക്കണ്ട. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണോ അമ്മേ? അമ്മേ, സേതു എന്തേടി? ഇവിടെ ഉണ്ട്. അവന് വലിയ വിഷമായി. അച്ഛൻ പറയണത് കേട്ട് വിഷമിക്കാൻ നിന്നാ അതിന് സമയമുണ്ടാവും. ചോറ് വിളമ്പട്ടേട്ടാ. അച്ഛൻ വരട്ടെ. അച്ഛനെ നോക്കിയിരുന്ന ചിലപ്പോ പാതിരാത്രിയാവും. നമുക്കുള്ളത് കഴിച്ചു കിടക്കാം. എന്നെ ആരും പിടിക്കണ്ട. പിടിക്കണ്ടെന്ന് പറഞ്ഞില്ല. വീഴും. ആര് ഞാനോ? ശരിയായി. അപ്പോ പറഞ്ഞോണ്ട് വന്ന എന്താന്ന് വെച്ചാ അച്യുതനായ തറവാടിയ 3 പ്രാവശ്യം ഗുഡ് സർവീസ് സെന്റർ കിട്ടുക. 3 times. ഇന്നും അച്യുതനായ FIR എഴുതിയതാ. വെള്ളം ചോരില്ല, കേസ് വിധിച്ചിരിക്കും. ആ അച്യുതനാരാണ് ചോദ്യം ചെയ്യണേ. അത് ഒരു ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ പോട്ടെ. നിക്കോടോ പറയട്ടെ. ഇനി നാളെ സംസാരിക്കാം. നിങ്ങൾ വീട്ടിലോട്ട് കയറേ അല്ലെങ്കിൽ അവിടെ നിൽക്കേ. ഞാൻ പോവാ. പറയാനുള്ള കേട്ടിട്ട് പോടോ. ചെന്നിഞ്ഞ് വിളിച്ചോണ്ടല്ലേ. ഇനി ഈ പുരാണം മുഴുവൻ നമ്മൾ കേൾക്കണമായിരിക്കും. എന്തുകൊണ്ടോ ഇത്? ആ, ഇടയ്ക്കിടയ്ക്കുണ്ട്. ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നാടകത്തിന് പോകുമ്പോ നല്ല സൽക്കാരവും കിട്ടും. അറിയില്ലടാ. ഇതുവരെ ഇങ്ങോട്ട് പോരടാ. ശീന്ന് പറയിക്കാതെ ഇവിടം വരെ അച്ചുവെത്തി. അല്ലതെ അമ്പിക വേണ്ട, നീ സംസാരിക്കണ്ട. നീ വിശ്രമിക്കണം. മനസ്സ് വിഷമിപ്പിക്കരുതേ. എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട്. തീയാണ്, തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത്. അറിയോ? അറിയില്ല. അതൊന്നും ആർക്കും അറിയില്ല. ആരറിയാൻ? നിനക്കറിയായിരിക്കും. പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ. വിളിക്കേ. സേതുമാധവൻ അല്ലേ? അതെ സാർ. എത്തിയാലുടനെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അയച്ചിരുന്നില്ലേ ജയിലിൽ നിന്ന്? ഞാൻ ഇന്നലെയാണ് എത്തിയത്. മിനിഞ്ഞാന്ന് റിലീസ് ചെയ്തല്ലേ നിന്നെ? അതെ സാർ. പിന്നെ എവിടെ പോയി? ഒരു കൂട്ടുകാരനെ കാണാൻ. ആരാ അത്? കേശവൻ. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. എന്ത് കളി? എന്ത് കളിയാണ് ഒരുമിച്ച് കളിച്ചിരുന്നത്? എന്താ മിണ്ടാത്ത നീ? ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുക അതൊക്കെ. അല്ലാതെ പിടിച്ചുപറിയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? അത് ശരി. അപ്പൊ ചോദ്യം എന്നോടായോ? ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. തീരുമാനം എന്നത്തേക്കാവും? സാർ പരിഹസിക്കരുത്. പരിഹസിച്ചാ നീ എന്ത് ചെയ്യും? വിളയ്യാ നീ? മര്യാദക്കൊക്കെ ജീവിച്ചോണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. സാർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല. എന്നോട് അങ്ങനെ പെരുമാറരുത്. പിന്നെ എങ്ങനെ പെരുമാറണാവോ? മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത്. അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നീ എന്നെ നിയമം പഠിപ്പിക്കണം. ഇടിച്ചതിന്റെ പതിര് കലക്കിയിട്ട് ഒരു കേസിന്റെ രജിസ്റ്റർ വീണ്ടും നിന്നെ ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും. സാറിന് എന്തും ചെയ്യാൻ കഴിയും. അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവരെ
ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എന്നെ പോകാൻ അനുവദിക്കണം സാർ. ഞാൻ വിളിച്ച ആ നിമിഷം ഇവിടെ ഉണ്ടായിരിക്കണം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയെങ്കിലും ഒന്ന് ആലോചിക്കുക. എങ്ങട്? ദൂരെ എവിടേക്കെങ്കിലും, ബോംബെയിലോ കൽക്കത്തയിലോ, അങ്ങനെ എങ്ങോട്ടെങ്കിലും. ഇവിടെ നിന്നാ ശരിയാവില്ല. അവിടെയൊക്കെ അയച്ചാ എന്ത് ജോലിയും ചെയ്യാം, കിട്ടാനും എളുപ്പമാണ്. ഇനി എന്റെ കാലം കഴിയാണ്ട് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. 5-8 കൊല്ലം ഈ അമ്മ കുടിച്ച കണ്ണീർ എത്രയാണെന്നറിയോ? നിന്നെ കണ്ടുകൊണ്ട് മരിക്കണം അമ്മയ്ക്ക്. അച്ഛനും തീരെ വയ്യ, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെ കാലം കഴിഞ്ഞ നിന്റെ കൂടെ പിറന്നവർക്ക് പിന്നെ ആരാ ഒരു തുണ? രമേശനൊരു നിലയ്ക്കായാ പിന്നെ അവനുണ്ടാവും. നിനക്കൊന്ന് ചെന്ന് കാണാറുന്നില്ലേ അവനെ? പോണം, കാണാൻ വലിയ ആശയുണ്ട്. വലിയ ചെക്കനായിട്ടുണ്ടാവും അല്ലേ? മാസത്തിൽ ഒരിക്കലെങ്കിലും വരാറുണ്ടവൻ. അതിനവൻ എവിടെയാ സമയം? പഠിക്കണ ഓരോ പുസ്തകങ്ങൾ കാണണം, ഭാഗവതത്തിന്റെ അത്രയുണ്ട്. വിഷുവിന് ഓണത്തിന് ഒരാഴ്ച വന്ന് നിൽക്കും. ഇവിടെ അവന്റെ പഠിപ്പിനൊക്കെ വല്ല സൗകര്യമുണ്ടോ? അവനെങ്കിലും നന്നായി വരട്ടെ. വക്കീലാവൂന്ന് പറയാറുള്ള ചെക്കൻ, വെളുത്ത കോട്ടും ടെലസ്കോപ്പും ഒക്കെ ഇട്ട്. അവനിത് 3-ാം വർഷമല്ലേ അമ്മേ? മാസാമാസം കാശ് എത്ര അവന് ചെലവെന്നറിയോ? ലത നാടകത്തിന് പോയില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. പട്ടിണി കിടന്നാലും അവനെ വലിയ നിലയിലാക്കണം. മതിയമ്മേ. മതിയായോ? ഇങ്ങനെ ചെയ്യണമെന്ന് വലിയ ഇഷ്ടായിരുന്നല്ലോ നിനക്ക്. മതിയായിട്ടല്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ. ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ ആലോചിക്കും, ഇപ്പൊ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ തലയൊക്കെ മസാജ് ചെയ്യിച്ച് കണ്ണടച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കുമായിരുന്നു. അവന്റെ കൈയും കാലെങ്കിലും വെട്ടാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അപ്പന് മതിയായില്ലേ? ഇനി ഞങ്ങളും കൂടി ചാവണോ? ചാവാനല്ലടാ പറയണത്, കൊന്നിട്ട് വരാനാ. കൊന്നിട്ട് എങ്ങോട്ട് വരാൻ? 20 കൊല്ലം വരുമ്പോഴേ ഉണ്ടേണ്ടത്. ഹ, അതിനാടാ ഇവിടെ വക്കീലും കോടതിയൊക്കെ ഉള്ളത്. ജോസിന്റെ പേരിൽ എത്ര കേസുണ്ടായിരുന്നു? ഞാൻ കൊന്നിട്ടുണ്ടല്ലോ 2 എണ്ണത്തിനെ. 1 കൊല്ലം തികച്ചു കിടന്നിട്ടില്ല ഞാനും എന്റെ മോനും. അപ്പാ, നമുക്ക് ജോസേട്ടന്റെ ചോരയ്ക്ക് പകരം വീട്ടിയാ പോരെ? അതിന് വേറെ എത്ര വഴി കിടക്കണോ? പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് പോയിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ മതി. അപ്പാ, അവനെ നമ്മൾ തുണ്ടം തുണ്ടാക്കി നുറുക്കിയിരിക്കും. എടുത്തു ചാടിയ അപകട. നമ്മുടെ വലയെന്ന് അവൻ എങ്ങും പോവില്ലപ്പാ. അവൻ ചത്തു കിടക്കണത് കാണണം എനിക്ക്. അപ്പന് കാണാം, ഞാൻ ചുമന്നോണ്ട് പോയി കാണിക്കും. സന്നിച്ചനാ പറയണേ. അതുവരെ അപ്പൻ സമാധാനമായിട്ട് കിടക്ക്. ആന്റണിയേട്ടൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. ആന്റണിയേട്ടൻ ജയിലിലല്ലായിരുന്നെങ്കിലല്ലോ ഇപ്പൊ അവന്റെ ശവാടക്ക് നടന്നേനെ. ഒരു കാര്യം അപ്പനോട് ഞാൻ പറയാ, എന്റെ കയ്യിൽ ഒത്തു കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ തീർക്കും, അത് ഉറപ്പാ. സേതുമാധവന്റെ വീടല്ലേ? അതെ. ആളുണ്ടോ ഇവിടെ? എന്താ? ഞാനാ സേതുമാധവൻ. അറിയോ? എന്റെ പേര് ദിവാകരൻ. ഞാൻ ഈ റേഞ്ച് ചാരായം പിടിച്ചേക്കുന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കൂ. വേണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സംസാരിക്കാം. നമ്മളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്ന കാര്യം ഞാൻ മിനിഞ്ഞാന്നാ അറിഞ്ഞത്. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? അതോ, എന്നെ ഒന്ന് രക്ഷിക്കണം സേതുമാധവ. വാശിക്ക് വിളിച്ചതായി റേഞ്ച് അന്യായ കാശായി. ഇപ്പൊ വലിയ നഷ്ടത്തില. സകല മുക്കിലും മൂലയിലും ഉണ്ട് വാറ്റ്. എക്സൈസുകാർ വല്ലപ്പോഴും വന്നൊരു കറക്കം കറങ്ങി പോകുന്നതല്ലാതെ ഒരു കാര്യമില്ല. ഓരോ വരവിനും നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? പറയട്ടെ. അപ്പൊ നമ്മൾ നേരിട്ട് ഇടപെട്ട് പിടിച്ചാലേ കാര്യമുള്ളൂ. അതിനൊരാള് വേണം. പേര് കേട്ടാ ഞെട്ടണം. നമ്മുടെ കീരിക്കാടൻ ജോസ് ഉണ്ടായിരുന്ന കാലത്ത്
പല റേഞ്ചിലും പോയി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് നല്ല കാശും കിട്ടിയിട്ടുണ്ട്. എന്റെ റേഞ്ച് സേതുമാധവനൊന്ന് ക്ലീൻ ആക്കി തരണം. ഞാനോ? അതെ, എന്റെ റേഞ്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളാണെന്നറിഞ്ഞാ പിന്നെ എല്ലാവരും ഒന്ന് മടിക്കും. കോട പിടിച്ചാ ഇടിച്ചങ്ങ് തകർത്തേക്കണം. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏറ്റു. കൈത്തേറ്റ് പറ്റി ഇനി ഒരുത്തൻ കാലിയായാലും പ്രശ്നമൊന്നുമില്ലെന്നേ. ഇതുപോലെ 5-8 കൊല്ലം ജയിലിൽ കിടക്കേണ്ടിയൊന്നും വരില്ല. നല്ല കാശും ഞാൻ തരും. എന്താ എന്റെ കൂടെ നിൽക്കല്ലേ? ഇല്ല. സേതുമാധവ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മറ്റാര് തരണേക്കാൾ കൂടുതൽ കാശ് ഞാൻ തരും. നിനക്ക് ഇഷ്ടമുള്ള 1-2 ആളുകളെ കൂട്ടിനും വിളിച്ചോ. സാറേ, കഷ്ടപ്പാടുകളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാലും കൂലിത്തല്ലിന് ഗുണ്ടായിട്ട് എന്നെ കിട്ടില്ല. അതിലും ഭേദം ഞാൻ തെണ്ടും. എന്താ ഇങ്ങനെ പറയണത്? കൂലിക്കെല്ലാം വിളിക്കല്ല, എന്റെ അമ്മയിൽ ജോലിക്കാ വിളിക്കണത്. ജോലി ഇതാണെന്ന് മാത്രം. ആ ജോലി എനിക്ക് വേണ്ട സാർ. നിങ്ങൾക്ക് ആളെ തെറ്റി. ഒരാളെ കൊല്ലേണ്ടി വന്ന് ജയിലിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കീരിക്കാരൻ ജോസിന്റെ ലിസ്റ്റിൽ പെടുത്തരുത് തന്നെ. പിന്നെ നിനക്ക് ഏത് ലിസ്റ്റിലാണാവും?